CPI 25ാമത് പാർട്ടി കോൺഗ്രസിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമാകുക. മൊഹാലിലെ അജിത് സിംഗ് നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം 25-ന് സമാപിക്കും. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, CPI പാർട്ടി കോൺഗ്രസിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാവുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഏതാനും അല്പസമയത്തിനകം തന്നെ CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ തുടക്കമാകും. പ്രധാനമായും പഞ്ചാബിലെ പഞ്ചാബിലെ ആണ് ചണ്ഡീഗഡ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രളയം വലിയ രീതിയിൽ കർഷകർക്കുൾപ്പെടെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കർഷകരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ചണ്ഡീഗഡിലെ 25ാമത് പാർട്ടി സമ്മേളനം CPIയുടെ പാർട്ടി സമ്മേളനം നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ പതാക ഉയർത്തലൊക്കെ ആരംഭിക്കും. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ ഔദ്യോഗികമായ പരിപാടികളൊക്കെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 11 മണിക്കാണ് റാലി. ആ റാലിയോടുകൂടി പാർട്ടി കോൺഗ്രസിൻ്റെ പൊതുപരിപാടികളൊക്കെ ആരംഭിക്കും. വൈകിട്ട് 5 മുതൽ ദേശീയ നിർവാഹക സമിതിയും തുടർന്ന് ദേശീയ കൗൺസിലും യോഗവും ഒക്കെ ചേരുന്നുണ്ട്. കിസാൻ ഭവനിലെ സുരവരം സുധാകർ റെഡ്ഡി നഗറാണ് പാർട്ടി കോൺഗ്രസിൻ്റെ വേദി എന്ന് പറയുന്നത്. ചണ്ഡീഗഡിലെ സുരവരം സുധാകർ റെഡ്ഡി നഗറാണ് പാർട്ടി കോൺഗ്രസിൻ്റെ വേദി. നാളെ രാവിലെ 10-ന് ഇവിടെ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളന നടപടികൾ ഔദ്യോഗികമായി തന്നെ ആരംഭിക്കുന്നത്. ഇന്ന് അതിനുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെയാണ് ചേരുന്നത്. തുടർന്ന് ഈ 700-ലധികം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കേരളത്തിൽ നിന്ന് 114 പേര് പങ്കെടുക്കുന്നുമുണ്ട്. ഏതായാലും ഒപ്പം തന്നെ ഈ BJPയും RSSും ഉയർത്തുന്ന ഭീഷണി ഊന്നിപ്പറഞ്ഞും ഒക്കെയാണ് ഇന്ത്യ സഖ്യം അതിൽ തന്നെയാണ് മറുപടി എന്ന് വ്യക്തമാക്കിയുമാണ് CPIയുടെ ഈ പാർട്ടി കോൺഗ്രസിന് ഇപ്പോൾ ചണ്ഡീഗഡിൽ തുടക്കമാകുന്നത്. ഏതായാലും 11 മണിയോടുകൂടി റാലി ആരംഭിക്കും. റാലിയിൽ അതിനുശേഷമാണ് ഈ ഔദ്യോഗിക പരിപാടികളൊക്കെ തുടങ്ങുക. അതിന് ശേഷം പിന്നീട് മീറ്റിങ്ങുകളാണ്. ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ D രാജ തന്നെയാണോ ഇനി CPIയുടെ ജനറൽ സെക്രട്ടറി തുടരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തെ മാറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹം മാറുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ വരുന്നുണ്ട്. ഏതായാലും അതുമാത്രമല്ല, ഈ നേതാക്കൾക്ക് പ്രായപരിധി ഉറപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ഇന്ന് ചർച്ചയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു പാർട്ടി കോൺഗ്രസ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 11 മണിയോടുകൂടി ഈ റാലി നടക്കും. ചണ്ഡീഗഡിൽ റാലി നടക്കും. അതിനുശേഷം ഈ ഒരു പാർട്ടി സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് നാളെ ആയിരിക്കും. നാളെ രാവിലെ 10 മണിയോടുകൂടി ഈ പതാക ഉയർത്തുന്നത് കൂടി, സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത് കൂടി ഈ ഔദ്യോഗിക പരിപാടികളൊക്കെ നാളെയാണ് ആരംഭിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് യോഗവും ചർച്ചകളും ഒക്കെ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് തന്നെയായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പാർട്ടിയിലെ നേതാക്കളുടെ നേതാക്കൾക്കുള്ള പ്രായപരിധി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ചർച്ചയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാർട്ടി ഇനി ആര് നയിക്കും, ജനറൽ സെക്രട്ടറിയായി ഇദ്ദേഹം തന്നെ D രാജ തന്നെ തുടരുമോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ചണ്ഡീഗഡിലാണ് ഈ തവണത്തെ 25ാമത് പാർട്ടി കോൺഗ്രസ് CPIയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും CPMൻ്റെ പ്രമുഖ നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ദീപ്തി. ശരി ഫൈസൽ, CPI 25ാമത് പാർട്ടി കോൺഗ്രസിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാവുകയാണ്. രാവിലെ നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമാവുക. മൊഹാലിലെ അജിത് സിംഗ് നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം 25-ന് സമാപിക്കും. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.